എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബി അമെൻഡഡ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സോ ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാര്യം ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് യെസ് ആണ്. യെസ് എന്ന ഈ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തിയത് ഒരുപാട് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സിലൂടെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ലെക്ചർ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള 3 വീഡിയോസിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാവുന്നതാണ്. സോ ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ശങ്കരി പ്രസാദ് കേസ് 1951 ആണ്. ശങ്കരി പ്രസാദ് കേസ് 1951 എന്ന് പറയുന്നത് ഫസ്റ്റ് അമെൻമെൻറ്റ്, അതായത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസായിരുന്നു ഇത്. സോ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ വാലിഡിറ്റി അപ്ഹെൽഡ് ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ള അമെൻമെൻറ്റ് പവേഴ്സ് പ്രകാരം ജസ്റ്റ് ലൈക്ക് എനി അതർ പാർട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ഓൾസോ ബി അമെൻഡഡ്. അതാണ് ശങ്കരി പ്രസാദ് കേസിനകത്തുള്ള ഈ ഒരു ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റ്. ഇനിയിപ്പോൾ അതിനുശേഷം വന്നിട്ടൊരു പ്രധാനപ്പെട്ട കേസാണ് 1965 സജൻ സിംഗ് വെസസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസ്. സജൻ സിംഗ് വെസസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസ്. സോ ഈ ഒരു കേസിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്തത് 17th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 17th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസാണിത്. സോ അത് പ്രധാനമായിട്ട് ആ ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ലോസും അതിനൊരു ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് 9th ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അമെൻമെൻറ്റ്സ് ആണ്. ഈ ഒരു 17th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അപ്ഹെൽഡ് ചെയ്തുകൊണ്ട് സജ്ജൻ സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് സെയിം കാര്യം തന്നെയാണ്. അതായത് പാർലമെൻറ്റിന് ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള അമെൻമെൻറ്റ് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു പാർട്ടും പോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അമെൻഡ് ചെയ്യാൻ സാധിക്കും. പാർലമെൻറ്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഇൻക്ലൂഡിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിനുശേഷം വന്നൊരു പ്രധാനപ്പെട്ട കേസാണ് 1967 ഗോലഖ്നാഥ് വെസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ്. ഗോലഖ്നാഥ് കേസിലെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് പറയുന്നത് പാർലമെൻറ്റ് കനോട്ട് അമെൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 368. പാർലമെൻറ്റ് കനോട്ട് അമെൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 368. അതായത് ഈവൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലുള്ള കൺസെപ്റ്റ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പോലും ഒരു രീതിയിലും പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. സോ ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത് അമെൻമെൻറ്റ് പ്രൊസീജിയറാണ് പറയുന്നത്, അല്ലെങ്കിൽ അമെൻമെൻറ്റ് പവേഴ്സ് അല്ല പറയുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വിധിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അതായത് പാർലമെൻറ്റ് കനോട്ട് അമെൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 368. ഇനി ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വന്നത് കേശവാനന്ദ ഭാരതി കേസ് 1973 ജഡ്ജ്മെൻറ്റിലാണ്. ഈ ഒരു കേസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഈ ഒരു കേസ്. ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവന്നത്. സോ ഈ ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട വിധി എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാമെന്നാണ് ഈ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. സോ ഈ ഒരു കേസിലൂടെയാണ് ഈ ഒരു ചോദ്യത്തിനൊരു ഫൈനൽ കൺക്ലൂഷൻ വന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതൊരു പാർട്ടും പോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അമെൻഡ് ചെയ്യാം, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതായിരുന്നു നമ്മുടെ ടോപ്പിക്ക്. സോ അതിനുള്ളൊരു ഉത്തരം നമ്മൾ ഈ ഒരു ജഡ്ജ്മെൻറ്റ്സിലൂടെ നമ്മൾ കൊണ്ടുവരികയുണ്ടായി. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.